വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. 2000 നവംബർ 9 ഉത്തർപ്രദേശിനെ വിഭജിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പൊ ഉത്തരാഖണ്ഡ് സംസ്ഥാനം 2000 നവംബർ 9 വന്നു. അത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ വിഭജിച്ചാണ് നിലവിൽ വന്നത്. ദേവഭൂമി, അതുപോലെ തന്നെ പൂക്കളുടെ താഴ്വര എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നും പൂക്കളുടെ താഴ്വര എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഗൈർ സൈൻ ആണ്. ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനം ഗൈർ സൈനും അതുപോലെ തന്നെ ശീതകാല തലസ്ഥാനം ഡെറാഡൂണുമാണ്. ഉത്തരാഖണ്ഡിന്റെ ശീതകാല തലസ്ഥാനം ഡെറാഡൂണാണ്. വേനൽക്കാല തലസ്ഥാനം ഗൈർ സൈൻ ആണ്. ഉത്തരാഖണ്ഡിന്റെ ഹൈക്കോടതി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈനിറ്റാളിലാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി എവിടെയാണ്? നൈനിറ്റാളാണ്. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? ബ്രഹ്മകമലാണ്. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പുഷ്പം ബ്രഹ്മകമല്. സംസ്ഥാന മൃഗം കസ്തൂരിമാനാണ്. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? കസ്തൂരിമാൻ. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണാലാണ്. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണാലാണ്. ഇനി ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമാണ്. ഇന്ത്യയില് ഔദ്യോഗിക ഭാഷ സംസ്കൃതമായ ഏക സംസ്ഥാനവും ഉത്തരാഖണ്ഡാണ്. ഔദ്യോഗിക ഭാഷ സംസ്കൃതമാണ്. ഔദ്യോഗിക ഭാഷ സംസ്കൃതമായ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഇനി അടുത്തത് മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ നിലവിലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ നിലവിലുള്ള സംസ്ഥാനമാണ് ഏത്? ഉത്തരാഖണ്ഡ് കേട്ടോ. ഇനി ഉത്തരാഖണ്ഡിൽ കൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ അളകനന്ദ, ഭഗീരഥി, ഗംഗ, യമുന തുടങ്ങിയവയാണ്. അപ്പൊ ഗംഗ, യമുന, അതുപോലെ ഭഗീരഥി, അളകനന്ദ നദികളൊക്കെ ഇവിടുത്തെ കൂടെ ഒഴുകുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ കൂടെ ഒഴുകുന്നുണ്ട് എന്ന് ഓർത്തു വെക്കണം. ഇനി ഉത്തരാഖണ്ഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് ഡെറാഡൂൺ. ഇന്ത്യയുടെ തന്നെ വിദ്യാലയ തലസ്ഥാനം എന്നാണ് ഡെറാഡൂണിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ വിദ്യാലയ തലസ്ഥാനമാണ് ഏത്? ഡെറാഡൂൺ. ഈ ഡെറാഡൂൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൂൺ താഴ്വരയിലാണ് ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ രാഷ്ട്രീയ മിലിറ്ററി കോളേജ്, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, ഇതിന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡെറാഡൂണിലാണ്. എന്തിന്റെയൊക്കെയാണ്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, രാഷ്ട്രീയ മിലിറ്ററി കോളേജ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്നിവയുടെ എല്ലാം ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ് എന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്, 2013 ഉത്തരാഖണ്ഡില് വലിയൊരു പ്രളയം നടക്കുകയുണ്ടായി. ആ പ്രളയത്തില് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനെ ഓപ്പറേഷൻ റാഹത്ത് എന്നും ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷനെ ഓപ്പറേഷൻ ഗംഗാ പ്രഹർ എന്നും വിളിക്കുന്നു. അപ്പൊ കരസേനയുടെ ഓപ്പറേഷൻ ഗംഗാ പ്രഹറും അതുപോലെ തന്നെ വ്യോമസേനയുടെ ഓപ്പറേഷനെ ഓപ്പറേഷൻ റാഹത്ത് എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാനത്ത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് ക്രാന്തി ദാലാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന് വേണ്ടി അങ്ങനെ ഒരു സംസ്ഥാനം വേണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയ രാഷ്ട്രീയ സംഘടനയുടെ പേര് ഏതാണ്? ഉത്തരാഖണ്ഡ് ക്രാന്തി ദാൾ എന്നാണ്. ഇനി ഉത്തരാഖണ്ഡ് നിലവിൽ വന്നപ്പോ ഉത്തരാഞ്ചൽ എന്ന പേരിലായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. 2000 ഉത്തരാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് എന്ന പേരിലായത് 2007 മുതലാണ്. അപ്പൊ ഉത്തരാഖണ്ഡ് എന്ന പേരിലായത് 2007 മുതലാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി ലോകത്തിന്റെ വേൾഡിന്റെ തന്നെ യോഗ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ ഋഷികേശ് ആണ്. വേൾഡിലെ യോഗ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ ഋഷികേശ് ആണ് കേട്ടോ. അതുപോലെ തന്നെ യോഗാ ദിനം നിങ്ങൾക്ക് അറിയുണ്ടാവും. ജൂൺ 21 നമ്മൾ എന്ത് വിളിക്കുന്നത്? യോഗാ ദിനം എന്ന് വിളിക്കുന്നത്. ഹരിദ്വാറിനെയും അലഹബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹരിദ്വാർ മെയില്
ആ മെയിലിന്റെ പേര് യോഗ എക്സ്പ്രസ് എന്നാണ്. അപ്പൊ യോഗ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യോഗ എക്സ്പ്രസ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഹരിദ്വാറിനെയും അഹമ്മദാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദ്. അത് ആ മെയിലിന്റെ പേര് ഹരിദ്വാർ മെയിൽ എന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ യോഗ എക്സ്പ്രസ് എന്നാണ് നിലവിൽ അത് അറിയപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കാം. ഇന്ത്യയില് IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അത് മസൂറിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂറിയിലുള്ള ആ സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടുള്ളത്? IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനുള്ള ആ സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് മിനി കാശ്മീർ എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് പിത്തോർഗഡ്. അപ്പൊ മിനി കാശ്മീർ, പിത്തോർഗഡിനെ എന്താ വിളിക്കുന്നത്? മിനി കാശ്മീർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഉത്തരാഖണ്ഡില് സെപ്റ്റംബർ 9 എന്ന് പറയുന്ന ഡേറ്റിനെ ഹിമാലയ ദിവസ് ആയിട്ടാണ് വിളിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഹിമാലയ ദിവസ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 9 ആണ്. അപ്പൊ ഹിമാലയ ദിവസ് സെപ്റ്റംബർ 9 ആണ്. ഉത്തരാഖണ്ഡിൽ ഹിമാലയ ദിവസ് ആയിട്ട് സെപ്റ്റംബർ 1 ആചരിക്കുന്നു എന്ന് ഓർത്തു വെക്കാം. ഇനി ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അത് റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. ആ എഞ്ചിനീയറിംഗ് കോളേജ് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ഉത്തരാഖണ്ഡിലാണ് റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ്. അതിന്റെ പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആണ് റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് ഓർത്തു വെക്കണം. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജിയുടെ ആസ്ഥാനവും റൂർക്കിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജി സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? റൂർക്കിയിലാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അണക്കെട്ടാണ് തെഹ്രി അണക്കെട്ട്, അല്ലെ? ഭഗീരഥി നദിയിലാണ് തെഹ്രി അണക്കെട്ട്. ഇത് നിർമ്മിക്കാൻ സഹായിച്ച രാജ്യം റഷ്യയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അണക്കെട്ടിന്റെ പ്രത്യേകത കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹ്രി അണക്കെട്ട് ഉത്തരാഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടി ഭഗീരഥി നദിയിലാണ് നമ്മളത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നദികൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വെറുതെ സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോവാം. ഗംഗോത്രി, ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി ഗ്ലേസിയറും യമുനയുടെ ഉത്ഭവസ്ഥാനമായ യമുനോത്രിയും അതുപോലെ തന്നെ ഭഗീരഥിയും അളകനന്ദയും കൂടി ചേർന്ന് ഗംഗയാകുന്ന അല്ലെ ദേവപ്രയാഗും ഒക്കെ എവിടെ തന്നെയാണ് കാണപ്പെടുന്നത്? ഉത്തരാഖണ്ഡിൽ തന്നെയാണ് കാണപ്പെടുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വേഗം പറഞ്ഞു പോയത് കേട്ടോ. ഇനി അടുത്തത് ഉത്തരാഖണ്ഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള അടുത്തൊരു ചോദ്യമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്ക്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പൊ ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് 1936 ഹെയ്ലി നാഷണൽ പാർക്ക് എന്ന പേരിൽ നിലവിൽ വന്നു. ഇത് രാംഗംഗ, ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ ചുറ്റിയൊഴുകുന്ന നദി രാംഗംഗയാണ്. ഈ ഹെയ്ലി നാഷണൽ പാർക്കിനെ പിന്നീട് രാംഗംഗ നാഷണൽ പാർക്ക് എന്നൊക്കെ പേരിട്ടു, അവര് പുനർനാമകരണം ചെയ്തു. പക്ഷേ ജിം കോർബറ്റിന്റെ സ്മരണാർത്ഥം നമ്മൾ രാംഗംഗ നാഷണൽ പാർക്കിനെ പിന്നീട് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് 1987 മാറ്റുകയാണ്. അപ്പൊ 36 വന്നത് 1957, 57 കേട്ടോ. 57 മുതൽ എന്തായി? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഇത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ എന്ന് പറയുന്ന ജില്ലയിലാണ് എന്നും കൂടി ഓർത്തു വെക്കണം. ഇനി 1973 നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രോജക്ട് ടൈഗർ ഇന്ത്യയിൽ ആരംഭിച്ചപ്പോൾ 1973 പ്രോജക്ട് ടൈഗർ പദ്ധതി തുടങ്ങിയത് എവിടെയാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണെന്നും കൂടി ഓർത്തു വെക്കുക. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് പ്രോജക്ട് ടൈഗർ നമ്മൾ ആരംഭിച്ചത്. വളരെ പ്രധാനമാണ്. ഇതൊക്കെ നാഷണൽ പാർക്കിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് പലപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS ധോണിയാണ്. ആരാണ്? MS ധോണിയാണ് കേട്ടോ. ഇനി മാൻ ഈറ്റേഴ്സ് ഓഫ് കുമോൺ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ജിം കോർബറ്റ് ആണ്. മാൻ ഈറ്റേഴ്സ് ഓഫ് കുമോൺ എന്ന ഗ്രന്ഥം രചിച്ചത് ജിം കോർബറ്റ് ആണെന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി ഉത്തർപ്രദേശിലെ ഉത്തരാഖണ്ഡിൽ തന്നെയാണ്
നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് വന്യജീവി സങ്കേതങ്ങളായിട്ടുള്ള കേദാർനാഥ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അസ്കോട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബിൻസാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗോവിന്ദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങിയവ കാണപ്പെടുന്നത്. ഇപ്പൊ കേദാർനാഥ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അസ്കോട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബിൻസാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗോവിന്ദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങിയവ കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇനി ഉത്തരാഖണ്ഡിലെ പ്രധാന നാഷണൽ പാർക്കുകളാണ് നന്ദാദേവി നാഷണൽ പാർക്ക്, ഗംഗോത്രി നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക്, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. അപ്പൊ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക്, നന്ദാദേവി നാഷണൽ പാർക്ക്, ഗംഗോത്രി നാഷണൽ പാർക്ക് തുടങ്ങിയ നാഷണൽ പാർക്കുകളും എവിടെ കാണപ്പെടുന്നു? ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്നു. ഇനി ഉത്തരാഖണ്ഡിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് എന്താ പറയാ ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട്. അതായത് സുഖവാസ കേന്ദ്രങ്ങൾ വളരെ പ്രധാനമാണ്. നൈനിറ്റാള്, മസൂറി, റാണിഗഡ്, കുമയോൺ, ഡെറാഡൂൺ, അൽമോറ ഇതൊക്കെ തന്നെ ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായിട്ടുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് നമ്മളിത് ക്ലാസ്സിൽ പറയണതാണ്. എന്നിരുന്നാൽ കൂടി ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക. മസൂറി, റാണിഗഡ്, കുമയോൺ, നൈനിറ്റാള്, അൽമോറ, ഡെറാഡൂൺ, പിത്തോർഗഡ് ഇതൊക്കെ തന്നെ ഈ ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട ചില വിമാനത്താവളങ്ങളും കൂടെ പഠിക്കണം. ഡെറാഡൂണില് ഒരു വിമാനത്താവളം ഉണ്ട്, ജോളി ഗ്രാൻഡ് വിമാനത്താവളം എന്നാണ് പേര്. അപ്പൊ ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂണിലാണ്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡില് പന്ത് നഗർ വിമാനത്താവളം ഉണ്ട്, പന്ത് നഗർ എയർപോർട്ട് ഉണ്ട്. ഇനി പിത്തോർഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നൈനി സെയ്നി എയർപോർട്ട് ഉണ്ട്. അപ്പൊ നൈനി സെയ്നി എയർപോർട്ട് പിത്തോർഗഡ്, പന്ത് നഗർ ഉത്തരാഖണ്ഡ്, ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഡെറാഡൂൺ. ഈ എയർപോർട്ടുകൾ ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഭൂകമ്പ മുന്നറിയിപ്പ് കേന്ദ്രം അല്ലെങ്കിൽ സംവിധാനം വന്നത് ഉത്തരാഖണ്ഡിലാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി പാരീസിൽ നടന്ന രണ്ടാമത് ഗ്ലോബൽ സ്കിൽ ഡെവലപ്മെന്റ് സമ്മേളനത്തിൽ മികവിനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനവും ഉത്തരാഖണ്ഡാണ്. പാരീസിൽ നടന്ന സെക്കൻഡ് ഗ്ലോബൽ സ്കിൽ ഡെവലപ്മെന്റ് കോൺഫറൻസിൽ മികവിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉത്തരാഖണ്ഡിനാണ്. നമാമി ഗംഗ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡാണ്. എവിടെയാണ്? ഹരിദ്വാറിലാണ് ആരംഭിച്ചത്. നമാമി ഗംഗ എന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് എന്ന് ഓർത്തുവെക്കാം. അതുപോലെ തന്നെ 2ൽ കൂടുതൽ കുട്ടികളുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവില്ല എന്ന വ്യവസ്ഥയോടുകൂടി പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് കേട്ടോ. 2ൽ കൂടുതൽ കുട്ടികളുള്ള വ്യക്തികൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന വ്യവസ്ഥയോടെ പഞ്ചായത്തി രാജ് ബില്ല് നിയമ ഭേദഗതി വരുത്തിയത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ടൈഗർ സെൽ ആരംഭിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടൈഗർ സെൽ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരാഖണ്ഡാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട കുറച്ച് തീർത്ഥാടന കേന്ദ്രങ്ങൾ, നമ്മൾ നേരത്തെ സുഖവാസ കേന്ദ്രങ്ങൾ നൈനിറ്റാൽ, മസൂറി, ഡെറാഡൂൺ, അൽമോറ അതൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കുറച്ച് സുഖവാസ കേന്ദ്രങ്ങൾ ഉണ്ട് ഇവിടെ. ബദരിനാഥ്, ഹരിദ്വാർ, കേദാർനാഥ്, ഋഷികേശ്, ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയവയെല്ലാം തന്നെ ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ബദരിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി, ഋഷികേശ്, ഹരിദ്വാർ ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്നു? ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചില തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. സുഖവാസ കേന്ദ്രങ്ങൾ പറയൂ. മസൂറി, പിത്തോർഗഡ്, റാണിഗഡ്, അൽമോറ, ഡെറാഡൂൺ, നൈനിറ്റാള്, കുമയൂൺ തുടങ്ങിയവ സുഖവാസ കേന്ദ്രങ്ങളാണ് കേട്ടോ. ഇനി ഈ മസൂറിയെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർക്കുക, ഇന്ത്യയില് മലകളുടെ റാണി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഏത്? മലകളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? മസൂറിയാണ്. ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? മസൂറിയാണ്. പ്രസിദ്ധയായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ എവിടുത്തുകാരിയാണ്? ഉത്തരാഖണ്ഡുകാരിയാണ്. വളരെ പ്രധാനമാണ്. ഇനി ഉത്തരാഖണ്ഡിലാണ് ബർദോളി ഓഫ് കുമയൂൺ എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടന്നത്.
ഈ പ്രക്ഷോഭത്തെ നമ്മൾ ഹിസ്റ്ററിയിൽ സലാം സലിയ സത്യാഗ്രഹ എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അതിന് ആ സലാം സലിയ സത്യാഗ്രഹത്തിന് ബർദോളി ഓഫ് കുമയൂൺ എന്ന പേരിട്ട് നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ഇനി ഇതിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ രാംസിംഗ് ധോണിയാണ്. ആരാണ് നേതൃത്വം നൽകിയത്? രാംസിംഗ് ധോണിയാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഉത്തരാഖണ്ഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ചിപ്കോ പ്രസ്ഥാനം, അതായത് വൃക്ഷങ്ങളും വനങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡിൽ ആരംഭിച്ചതാണ്. ഇത് നമ്മൾ പ്രത്യേകം ക്ലാസ് കൊടുത്തിട്ടുള്ളതാണ് ചിപ്കോ പ്രസ്ഥാനം അല്ലെ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? ചിപ്കോ പ്രസ്ഥാനത്തെയാണ്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഉത്തരാഖണ്ഡിൽ എന്നാ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചേ? 1973 ഇത് ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. മൂവ്മെന്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിലെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ചിപ്കോ പ്രസ്ഥാനത്തെ കുറിച്ച്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് പഠിക്കാൻ. എല്ലാവർക്കും ക്ലാസ് ഭംഗിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.